നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റിലേക്ക് നയിച്ച മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കോൺഗ്രസ് പ്രവർത്തക രഞ്ജിത പുളിക്കൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകയാണ് രഞ്ജിത പുളിക്കൽ. അറസ്റ്റിലായിരിക്കുകയാണ്. പത്തനംതിട്ട സൈബർ പോലീസ് കോട്ടയത്ത് നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് ബന്ധുവീട്ടിൽ ഒളിവിലായിരുന്നു രഞ്ജിത. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും രഞ്ജിത പുളിക്കൽ പരാതിക്കാരി അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ അടക്കം മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവർ പങ്കുവച്ചത്. അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും തിരുവനന്തപുരം ജില്ലാ കോടതി വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. മൂന്നാമത്തെ പരാതി വന്നപ്പോഴും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന വിധം രഞ്ജിത പുളിക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പരാതിക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കം മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഇവരുടെ പോസ്റ്റ്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു ഇവർ. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് രഞ്ജിത പുളിക്കൽ. മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സൈബർ അധിക്ഷേപം നടത്തിയതിന് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെ തുടർന്നായിരുന്നു കേസ്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ അതിജീവിതനൊപ്പം എന്ന് പരാമർശിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് സൈബർ ആക്രമണത്തിൽ കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം രാഹുൽ മാങ്കുട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ജാമ്യം നൽകുന്നതിന് പ്രോസിക്യൂഷൻ എതിർത്തു. രാഹുലിനെതിരെ നിരന്തര പരാതികളെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇരുവരും തമ്മിലുള്ള ലൈംഗിക ബന്ധം എല്ലാം പരസ്പര സമ്മതത്തോടെയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 1.5 മണിക്കൂർ നീണ്ട വാദത്തിൽ രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. വെള്ളിയാഴ്ച ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് വിധി പറയുന്നത്. അടച്ചിട്ട് കോടതി മുറിയിൽ നടന്ന നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഹർജി വിധി പറയാനായി മാറ്റിയത്. പ്രോസിക്യൂഷന് വേണ്ടി APP MG ദേവിയാണ് ഹാജരായത്. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കാനാണ് അടച്ചിട്ട് കോടതി മുറിയിൽ വാദം കേട്ടത്. വാദിയുടെ വ്യക്തമായ മൊഴിയില്ലാതെയാണ് പോലീസ് കേസെടുത്തതെന്നും FIR ഇട്ടതെന്നും പ്രതിഭാഗം വാദിച്ചു. രാഹുലിന്റെ അറസ്റ്റ് നിലനിൽക്കുന്നതല്ല, മാനദണ്ഡം പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ സമാന കേസിൽ പ്രതിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണെന്നും നിയമസഭാംഗമാണെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രതി ഉന്നത ബന്ധങ്ങളുള്ള ആളാണെന്നും വാദിയെയും സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വിദേശത്തുള്ള യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. നിലവിൽ രാഹുലിനെതിരെ 3 കേസുകളാണുള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. 2ാം കേസിൽ വിചാരണ കോടതി ജനുവരി 21 വരെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനിടെയാണ് രാഹുലിനെതിരെ 3ാം പരാതി കിട്ടുന്നത്. എന്തായാലും എന്താണ് ആ ജാമ്യാപേക്ഷയിലെ വിധി എന്നത് അറിയാനാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പുള്ളത്. ചോദ്യം ചെയ്യലടക്കം രാഹുൽ സഹകരിക്കുന്നെന്ന കാര്യം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോടതിയെ ബോധ്യപ്പെടുത്തും. അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് എന്ന ആരോപണം തെളിയിക്കാനാകും പ്രതിഭാഗം ശ്രമിച്ചത്. രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായ യുവതിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ പുതിയ പരാതിക്കാരി. ബലാത്സംഗം, ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം എന്നിവയുൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെതിരായ പരാതി അന്വേഷിക്കുന്നത്. ആദ്യ ലൈംഗിക പീഡനക്കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ, അതായത് രാഹുലിന് അനുകൂലമായി പ്രതികരിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് ചില പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. 3ാമത്തെ പരാതിയിൽ ഒരു അപ്രതീക്ഷിത അറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ് ആകെയുള്ള ഒരു വിലയിരുത്തൽ? എന്താണ് ആകെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന 2 പരാതികളിലും കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുകയും അതുപോലെ ഈ കേസ് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം കൊടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് സർക്കാരും പ്രതിപക്ഷത്തിലെ ചില ടീമുകളും പോലീസും എല്ലാവരും കൂടി ഒരു തീവ്രവാദിയെ പിടിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോയി വനിതാ പോലീസ് ഉൾപ്പെടെ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഇപ്പോ അറിയപ്പെടുന്നത് സ്ത്രീ പീഡകനായിട്ടല്ലേ. അപ്പൊ ആ റൂമിൽ ഒരുപക്ഷെ സ്ത്രീകൾ ഉണ്ടാവാം എന്നും കൂടി കരുതിയിട്ടാവണം ഒരുപക്ഷെ വനിതാ പോലീസിനെയും കൂടെ കൊണ്ടുപോയിട്ടാണ് വലിയൊരു തീവ്രവാദിയെ അല്ലെങ്കിൽ ഒരു കൊലയാളിയെ പിടിക്കുന്നത് പോലെ അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്തായ ഫെന്നി ഇപ്പോ കുറച്ച് സ്ക്രീൻഷോട്ട് വിട്ടിട്ടുണ്ട്. അതില് 1.5 വർഷത്തിന് മുമ്പേ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണം, അദ്ദേഹവുമായിട്ട് 3-4 മണിക്കൂർ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഫെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ മെസ്സേജ് എന്തായാലും ഇപ്പോ അത് പുറത്തുവിട്ടത് ഒരു വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. കാരണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി രാഹുൽ മാങ്കൂട്ടം ഇതുപോലുള്ള
ചാറ്റുകളും വോയിസുകളും ഒക്കെ പുറത്ത് വിടാൻ തുടങ്ങിയാൽ ഈ അതിജീവിതമാർ യഥാർത്ഥത്തിൽ രതിജീവിതമാർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. കാര്യം ഇപ്പോ തീവ്രത കൂടിയ പീഡനം എന്നല്ലേ പറയുന്നത്? രണ്ടു തരം പീഡനമാണല്ലോ ഇപ്പൊ സർക്കാർ പറയുന്നത്. ഒന്ന് സർക്കാരിന്റെ ആൾക്കാരാകുമ്പോ അത് തീവ്രത കുറഞ്ഞ പീഡനവും, മറ്റുള്ള എതിർഭാഗത്ത് നിൽക്കുന്നവരാകുമ്പോ അതിന് തീവ്രത കൂടുതലുമാണ്. ഇവിടെ തീവ്രത കൂടിയ പീഡനം തന്നെ വേണമെന്നാണ് ഈ രതിജീവിത പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 3-4 മണിക്കൂർ അദ്ദേഹത്തിന് വേണം എന്ന് പറയുമ്പോ അതിന് ഫ്ലാറ്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ റൈഡിന് പോകാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ കുരുക്കാം, അദ്ദേഹത്തിനെ എങ്ങനെയും അകത്താക്കണം, ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ആ അജണ്ടയാണ് ഇപ്പൊ നിറവേറ്റിയത് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ ഈ ഏതൊരു പുരുഷനെയും ഒരു സ്ത്രീ വിചാരിച്ചാൽ നിഷ്പ്രയാസം ജയിലിലാക്കാൻ പറ്റും എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടം. ഇതുപോലെ ഒരുപാട് കേസുകൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള 10 ജനം അറിയുന്ന മാധ്യമങ്ങളിൽ കൂടി ചാനൽ ചർച്ചകളിലൊക്കെ കത്തി ജ്വലിച്ചു നിന്ന ഒരു യുവ നേതാവ് അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ തേജോവധം ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് മാധ്യമ ശ്രദ്ധ കിട്ടുകയും ജനശ്രദ്ധയും കിട്ടുമല്ലോ. എന്തായാലും ഞങ്ങള് ഇതിനെതിരെ അദ്ദേഹത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, കാര്യം ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പിന്തുണ തരികയും ഇതിൽ എന്തെങ്കിലും ചെയ്യണം, അത് ഈ സംഘടനയിൽ കൂടി അല്ലാതെ വേറെ ആരും ഇതിൽ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാനത് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് നല്ലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ കരുതുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് അതിൽ പങ്കെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായിട്ട് എത്രയോ വീഡിയോസ് ഇറങ്ങി, എത്രയോ അമ്മമാര് പല മാധ്യമങ്ങൾ, ന്യൂസ് 18 അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ട്, ഒരു അമ്മ സംസാരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾ തന്നെ നല്ല പിന്തുണ കൊടുക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിന് മുൻപേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ ഒരു ലൈവിൽ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ പേജിലിട്ടതിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം, കൃത്യമായിട്ടും അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും. അങ്ങനെ വിജയിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയ ടീമുകൾക്കെല്ലാം വലിയൊരു അടിയാകും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. കാര്യം അതിന് മുഖ്യമന്ത്രി വരെ കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഇലക്ഷൻ വരുമ്പോ ഇപ്പോ തന്നെ നിയമസഭാ ഇലക്ഷന്റെ പടിവാതിൽക്കലാണല്ലോ. അപ്പൊ ഈ ഇലക്ഷന്റെ ഈ ടൈമിൽ ഇങ്ങനെ ഒരു 3 മാസത്തോളം ഭരണ നേട്ടങ്ങൾ പറയുവാനില്ലാതെ ഇതുപോലുള്ള സ്ത്രീ പീഡനവും വ്യാജ ബലാത്സംഗ കേസ്, യഥാർത്ഥ ബലാത്സംഗ കേസല്ല, ഇതൊക്കെ യഥാർത്ഥ എന്താ പറയാ ബലാത്സംഗത്തിൽ ബലാത്സംഗം അനുഭവിച്ച അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടി, അവളെയാണല്ലോ നമ്മൾ അതിജീവിത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതിജീവിതമാർക്ക് നീതി കിട്ടാതെ പോകുന്ന ഒരു നിലയിലേക്ക് മാറും. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വെറും 3ാം കിട തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരിടത്തും ഒരു സ്റ്റേറ്റിലും ഇല്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഒരു നാണവും മാനവും ഇല്ലാതെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ ഇതുപോലുള്ള MLA-മാരും മറ്റ് സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്നവരെ അങ്ങോട്ട് വിളിച്ച് അവർക്ക് മെസ്സേജ് അയച്ച് അവരോട് കിടപ്പറ പങ്കിട്ടതിന് ശേഷം അവരോട് അവരുടെ എന്താ പറയാ വികാരം അടക്കാൻ പറ്റാതെ ഭർത്താവിൽ ഒതുങ്ങാതെ അല്ലെങ്കിൽ വേറെ പലരിൽ ഒതുങ്ങാതെയാണ് ഈ ജനങ്ങൾ അറിയുന്ന ജനപിന്തുണയുള്ളവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പറ്റുന്നത്. അതും 3-4 മണിക്കൂർ സംസാരിക്കണം. ഈ സംസാരം അല്ലല്ലോ നടക്കുന്നത്. 3-4 മണിക്കൂർ സംസാരിക്കാനാണെങ്കിൽ ഫോണിൽ കൂടി സംസാരിച്ച പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ എവിടെയും പുറത്ത് എന്തായാലും പറ്റില്ല, വേറെ ഒരു MLA ആയതുകൊണ്ട് ഫോണിൽ സംസാരിക്കാമല്ലോ അദ്ദേഹത്തിനോട്. അദ്ദേഹത്തിന് അത് ഫ്ലാറ്റിൽ തന്നെ വരണം അല്ലെങ്കിൽ കാറിൽ തന്നെ വരണം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. അതുകൊണ്ട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ്. ശക്തമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അതില് വലിയൊരു വിഭാഗം സ്ത്രീകൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ എന്തേലും പറയുമായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ, പാലക്കാട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ നീതിയും ന്യായവും എന്താണെന്ന് സാമാന്യം ബോധത്തോടു കൂടി മനസ്സിലാക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ദിലീപിന് പിന്തുണ കൊടുത്തതുപോലെ തന്നെ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഓൾ കേരള മെൻസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്.
സാർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പരാതിയല്ല. ഒരാൾ വരുന്നു, രണ്ടാമത്തെ ആൾ വരുന്നു, മൂന്നാമത്തെ ആൾ വരുന്നു. ഈ 3 കുറ്റങ്ങളും രാഹുൽ നിഷേധിക്കുന്നില്ല. അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ പരാതി മാത്രം വ്യാജമാണെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ബന്ധമുണ്ടായി അതിനെയൊന്നും വിസമ്മതിക്കുന്നില്ല. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഒരു MLA ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുക, പല സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് രാഹുലിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയല്ലേ? നമുക്ക് നമ്മൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ചെയ്തത് തെറ്റല്ല. കാരണം ധാർമ്മികമായിട്ട് ഞാൻ പറയാം. അപ്പോ ഇവിടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പര ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. വിവാഹം കഴിക്കാത്ത ഒരാളും വിവാഹം കഴിച്ച ഒരാളും രണ്ടും വ്യത്യാസമാണ്. അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിവാഹത്തിന് മുമ്പേ എങ്ങനെയായിരുന്നു എന്നും വിവാഹശേഷം നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാണ് നമുക്ക്. അപ്പോൾ ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരാൾ ഇതിലൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് ആയിട്ട് കാണുകയും ഈ പെൺകുട്ടികളെല്ലാം അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്, ഇയാള് ഇവരുടെ ആരുടെയും പുറകെ പോയതല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് പല പ്രാവശ്യം പ്രലോഭിപ്പിച്ച് വീഴ്ത്തിയതാണ് അദ്ദേഹത്തെ. അങ്ങനെയാണ് ഇനിയിപ്പോ എത്ര ഒരു 50 പീഡനം വന്നാലും 100 പീഡനം വന്നു എന്ന് പറഞ്ഞാലും ഇതൊന്നും പീഡനമല്ല. ഈ ഭർത്താവുള്ള ഇതുപോലുള്ള കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾ അവരുടെ വേണ്ടിയിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ദുരുപയോഗം ചെയ്യുന്നു, അവരെ ചതിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളെ കറക്റ്റായിട്ട് സംസാരിച്ച് നിർത്തുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവരൊന്നും പരാതിയുമായിട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പിന്നീട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലോട്ട് ഇദ്ദേഹം യോജിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം അല്ലായെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഒന്നടങ്കം പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ല എങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. കാര്യം റെനിയാണല്ലോ ആദ്യം ഇതിന്റെ ഈ തുടക്കക്കാരി. അപ്പൊ റെനിയും പ്രതിപക്ഷ നേതാവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം യുവ നേതാവ് ഇവിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ശക്തമായിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നല്ല തല ഉയർത്തി വളർന്നു വരുന്ന യുവ നേതാക്കന്മാര്, അവരെ മുൻപൊരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ അങ്ങനെ യുവ നേതാക്കന്മാർ വന്നാൽ അവരെ ഒരു പെണ്ണ് കേസിലെടുത്ത് പിടിച്ചിട്ട് അവരെ സമൂഹത്തിൽ നാറ്റക്കേസാക്കി മാറ്റി അവരെ ഒതുക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് ഇമാതിരിയുള്ള സ്ത്രീകളെ കണ്ടെത്തി അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇദ്ദേഹത്തെ കുരുക്കിയിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളർന്നു വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന യുവ നേതാവാണ്. അദ്ദേഹത്തിന് അത്രത്തോളം കഴിവുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ നിയമസഭയിൽ യഥാർത്ഥം പറഞ്ഞാല് മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്തൊരു ആളുമാണ്. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്ത രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അദ്ദേഹം പുരുഷന്മാർക്ക് മെൻസ് കമ്മീഷൻ വേണമെന്നും പുരുഷന്മാർക്ക് സംവരണം വേണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പൊ ഓർത്തോർത്ത് വിലപിക്കുന്നുണ്ടാവും മാനസികമായിട്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ജയിലിൽ അദ്ദേഹം എന്തായാലും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. മുൻപും അദ്ദേഹം പോയിട്ടുള്ളതാണ്. ജയിലെന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാം കൊണ്ടും സുരക്ഷിതവും സുന്ദരവുമായിട്ടുള്ള നല്ലൊരു ഇടം തന്നെയാണ്. അതുകൊണ്ട് അവിടെയൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാര്യം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചില അമ്മമാരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, അവിടെ ജയിലിലെ തല്ലോ എന്താണ്, അവിടുത്തെ സ്ഥിതി എന്താണ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്, തീർച്ചയായിട്ടും അവിടെ യാതൊരു ബുദ്ധിമുട്ടും ജയിലിൽ ഉണ്ടാവില്ല. VIP പരിഗണന തന്നെ കിട്ടും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോ ചുറ്റും നിന്ന് പ്രതിഷേധക്കാരൊക്കെ ചോദിക്കുന്നു, നിനക്ക് എന്ത് തൊലിക്കട്ടിയാണടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇതെല്ലാം നേരിടുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ പോയത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ നമുക്കും അറിയാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല പോയത്. കാര്യം തെറ്റ് ചെയ്യുന്ന ഒരാളല്ലേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വെച്ചിട്ട്
അദ്ദേഹം ചെയ്തത് ഒരു കാരണവശാലും തെറ്റല്ല. എന്നാൽ ഈ അതിജീവിതമാർ എന്ന് പറയുന്ന അതിജീവിതമാർക്ക് പോലും അപമാനമായിട്ടുള്ള സ്ത്രീകൾക്ക്, വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഈ രതിജീവിതമാരാണ് യഥാർത്ഥത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നതും. കാരണം ഇപ്പോ KSRTC ബസ്സിൽ അവർ പെൺകുട്ടിയുടെ കണ്ടില്ലേ, ഇപ്പൊ അവർക്കിപ്പോ KSRTC ആയി അവളുടെ പേര് തന്നെ KSRTC റെജിയോ അങ്ങനെ എന്തോണ്, അങ്ങനെയാണ് ഇപ്പോ ചില വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇവരെയൊക്കെ ഇനി രതിജീവിതമാണെന്ന് ഇവരെ പുറത്ത് കാണുമ്പോൾ ജനങ്ങൾ, സ്ത്രീകൾ തന്നെ കാർക്ക് തുപ്പിക്കൊണ്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോ രാഹുൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഞെളിഞ്ഞ് സുന്ദരമായിട്ട് ചിരിച്ചു തന്നെ നടക്കണം. അതിന്റെ ആവശ്യമുള്ളൂ. അതാണ് തൊലിക്കെട്ടി എന്നല്ല, അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധമാണത്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു മുഖഭാവവും കാഴ്ചപ്പാടുമാണ് അദ്ദേഹം. അത് തന്നെയാണ് ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദുഃഖിച്ച് ഞാൻ എന്തോ മഴോ പാതകം ചെയ്തു എന്ന് പറഞ്ഞ് കുനിഞ്ഞിരി വിഷമിച്ച് കരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതും അങ്ങോട്ട് മെസ്സേജ് അയച്ച് അദ്ദേഹത്തിന് എത്രയോ പ്രാവശ്യം മെസ്സേജ് അയച്ചും ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പോ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി എത്രയോ ഒരു 3-4 മണിക്കൂർ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിലോ കാറിലോ. അപ്പൊ അതിനുവേണ്ടി അവർ സമയം കണ്ടെത്താൻ വേണ്ടി നീണ്ടുപോകരുത്, അടുത്ത മാസം അങ്ങനെയുള്ള നിസ്സാര കാലയളവിൽ കാണണം, അത്രത്തോളം മുട്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പീഡിപ്പിക്കുവാനും എല്ലാത്തിനും പോയി കിടന്നു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരാളുമല്ല. അപ്പോ രാഹുലിന്റെ ഭാഗത്തുനിന്നും കുറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടെന്ന് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജാഗ്രത വേണമായിരുന്നു. കാര്യം കണ്ണടച്ച് പെണ്ണിനെ വിശ്വസിച്ചതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്ന് പറയുന്നത്.